ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂവുടമകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. ആധാരങ്ങൾ സംബന്ധിച്ച് നിരവധി മാറ്റങ്ങളൊക്കെ വരികയാണ്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. വിൽപത്രപ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യാൻ ഇനി കടമ്പകളേറെയാണ്. സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലെ ഭൂമി പോക്കുവരവ് ചെയ്യാൻ പോലും ഇനി അവകാശികളുടെ സമ്മതം കൂടി വേണ്ടിവരും. രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രത്തിന് പോലും നിയമ പ്രാബല്യമുണ്ടായിരിക്കെയാണ് രജിസ്റ്റർ ചെയ്തതിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറെ പോക്കും വരവും വേണ്ടിവരുന്നത്. വിൽപത്രം എഴുതിയ ആളുടെ മരണ സർട്ടിഫിക്കറ്റിനൊപ്പം തന്നെ അസൽ വിൽപത്രം, സർട്ടിഫൈഡ് കോപ്പി, ബാധ്യത സർട്ടിഫിക്കറ്റ്, ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവയടക്കം വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകിയാൽ ഭൂമി പോക്കുവരവ് ചെയ്ത ഭൂനികുതി ഈടാക്കുന്നതാണ് നിലവിലെ രീതി. എന്നാൽ ഇനി വിൽപത്രം എഴുതിവെച്ചയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകേണ്ടതായി വരും. ഇതിൽ പറയുന്നവർക്ക് നോട്ടീസ് അയച്ച് അവരുടെ സമ്മതം കൂടിയുണ്ടെങ്കിലേ പോക്കുവരവ് ഇനി മുതൽ സാധ്യമാകുകയുള്ളൂ. വിൽപത്ര പ്രകാരമുള്ള ഭൂമിയിൽ ഇവർ അവകാശം ഉന്നയിച്ചാൽ പോക്കുവരവ് നടപടി നിർത്തിവെക്കുകയും ഭൂനികുതി ഈടാക്കുന്നത് മരവിപ്പിക്കപ്പെടുകയും ചെയ്യും. ആക്ഷേപം ഉന്നയിക്കുന്നവർ കോടതിയെ സമീപിച്ചാൽ വ്യവഹാര നടപടികളിലേക്കും നീങ്ങുന്നതാണ്. ഹൈക്കോടതി അടുത്തിടെ നടത്തിയ വിധിയെ തുടർന്നാണ് വിൽപത്ര പ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യാൻ അവകാശികളുടെ സമ്മതവും കൂടി വേണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഏകീകൃത നിയമമില്ലാത്തതാണ് വിൽപത്ര ഭൂമിയുടെ പോക്കുവരവ് വിധിയിൽ പരാമർശിക്കാനായിട്ടിടയാക്കിയത്. വിൽപത്ര പ്രകാരം കിട്ടിയ വസ്തുവകകൾ പണയപ്പെടുത്തി വായ്പ നൽകുന്നതിലും ധനകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുകയാണ്. വിൽപത്രം എഴുതിവെച്ച ആളുടെ അവകാശ സർട്ടിഫിക്കറ്റും അതിൽ പറയുന്നവരുടെ സമ്മതപത്രവും നൽകണമെന്ന് പോക്കുവരവ് ചെയ്ത ഭൂമിയുടെ സകല അവകാശരേഖകളും ഹാജരാക്കുന്നവരോട് പോലും ബാങ്കുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ജീവിതകാലം ആർജിച്ചതും കുടുംബപരമായിട്ട് കിട്ടിയതുമായിട്ടുള്ള സ്വത്തുവകകൾ കാലശേഷം സംരക്ഷിക്കുന്നവർക്ക് തന്നെ ലഭിക്കുന്നതിനും പിന്തുടർച്ച അവകാശികൾ തമ്മിൽ തർക്കമുണ്ടാകാതിരിക്കുന്നതിനുമാണ് ഭൂവുടമകൾ വിൽപത്രങ്ങൾ എഴുതുന്നത്. ധനനിശ്ചയം ഉൾപ്പെടെ ആധാരമായി രജിസ്റ്റർ ചെയ്താൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്റ്റർ ഫീസുമായി വലിയ തുക ചിലവാകുമെന്നതും വിൽപത്രം രജിസ്റ്റർ ചെയ്യാനായിട്ട് കാരണമാണ്. അതോടൊപ്പം തന്നെ വായ്പ എടുക്കുന്നവർക്കും വസ്തു കൈമാറ്റം ചെയ്യുന്നവർക്കും സ്ഥിരം തലവേദനയാകുന്ന മുന്നാധാരങ്ങൾ അവയെല്ലാം തന്നെ ഇപ്പോൾ ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇതോടെ വസ്തു രജിസ്ട്രേഷൻ ഉൾപ്പെടെ മുന്നാധാരങ്ങൾ തേടി ഇനി മുതൽ രജിസ്ട്രേഷൻ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ 1998 മുതൽ 2018 വരെയുള്ള കാലത്തെ ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലുമുള്ള 100% ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതോടെ ഇത് സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനമായി മാറും. ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷമാണ് ആധാര പകർപ്പുകൾക്കുള്ള അപേക്ഷ നൽകേണ്ടത്. ബന്ധപ്പെട്ട സബ് രജിസ്റ്റർ ഓഫീസുകളിൽ നിന്ന് ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാറിന്റെ പകർപ്പുകൾ തയ്യാറാക്കും. ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നതായി ആധാരം എഴുത്തുകാർ തന്നെ പറയുന്നുണ്ട്. കാരണം ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആധാരങ്ങളുടെ കാലാവധി സംബന്ധിച്ച വിശദാംശങ്ങൾ അതിൽ കൃത്യത വരേണ്ടതായിട്ടുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.